ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 144 സങ്കീർത്തനം 9 വാക്യം. ദൈവമേ, ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും, 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. പ്രസിദ്ധ ജർമ്മൻ സംഗീതജ്ഞനായിരുന്ന മെൻഡൽസൺ ഒരിക്കൽ ഫ്രൈബർഗ് ദേവാലയം സന്ദർശിച്ചു. അവിടെയുള്ള മഹത്തായ ഓർഗൻ വായിക്കുന്നതിന് അദ്ദേഹം അനുമതി ചോദിച്ചു. എന്നാൽ താൻ ആരാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്താത്തതിനാൽ ദേവാലയത്തിലെ വൃദ്ധനായ ഓർഗനിസ്റ്റ് അദ്ദേഹത്തിന് ആദ്യം അനുമതി നൽകിയില്ല. എന്നാൽ പിന്നീട് മനസ്സോടെ സമ്മതം മൂളി. മെൻഡൽസൺ ഓർഗനിൽ വായിച്ച മനോഹരമായ സംഗീതം കേട്ട വിസ്മയിച്ച ഓർഗനിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. മെൻഡൽസൺ സംഗീതജ്ഞൻ മറുപടി നൽകി, അങ്ങാണോ അത്? ഞാൻ മഹാനായ മെൻഡൽസനെയാണല്ലോ ഈ ഓർഗനിൽ തൊടുന്നതിൽ നിന്നും വിലക്കാൻ ശ്രമിച്ചത്. അനേക ആളുകൾ ഇതേ നിലയിൽ കർത്താവ് തങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നതിനെ വിലക്കുന്നവരായി തീർന്നിട്ടുണ്ട്. 144 സങ്കീർത്തനം 18 സങ്കീർത്തനത്തോട് വളരെ സാമ്യമുള്ളതാണ്. ദൈവജനം മാനുഷിക ശത്രുവിനെതിരായി പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലത്താണ് ദാവീദ് ജീവിച്ചിരുന്നത്. യുദ്ധത്തിൽ നൈപുണ്യം വളരെ അഭികാമ്യമായ ഘടകമായിരുന്നു. ദാവീദിന് പ്രകൃതിയായുള്ള കഴിവ് ഉണ്ടായിരുന്നു. വാളും അമ്പും ഉപയോഗിച്ചുള്ള യുദ്ധമുറയിൽ അസാധാരണമായ പാഠവും ഉണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം തൻ്റെ കഴിവെന്ന് കരുതാതെ ദൈവത്തിൻ്റേത് എന്ന് മാത്രം ദാവീദ് വിശ്വസിച്ചു. ഈ പുതിയ നിയമയുഗത്തിൽ നമ്മുടെ പോരാട്ടം ആത്മീക പോരാട്ടമാണ്. എഫേസ്യർ 6:10-18 വരെ നാം വായിക്കുമ്പോൾ ശത്രുവിനോട് പോരാടുവാൻ നാം എന്ത് ചെയ്യണം എന്ന് വിശദീകരിക്കുന്നു. ദാവീദിനെ യുദ്ധം ചെയ്യുവാൻ അഭ്യസിപ്പിച്ച ദൈവം നാം തയ്യാറാണെങ്കിൽ നമ്മെയും ഉപദേശിക്കും. ഏതെങ്കിലും കാര്യത്തിൽ നാം അല്പം വിജയം നേടിയാൽ അത് നമ്മുടെ മേന്മയും കഴിവും കൊണ്ട് നേടിയതാണെന്ന് ഭാവിക്കാതെ ദൈവം നൽകിയ വിജയമെന്ന് നാം അംഗീകരിക്കണം. ഹൃദയത്തിൽ സന്തോഷമുള്ളവർക്ക് മാത്രമേ പാട്ട് പാടുവാനായി സാധിക്കുകയുള്ളൂ. 10 കമ്പിയുള്ള വാദ്യം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ കർത്താവിൻ്റെ ദയയും രാത്രി തോറും അവൻ്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നത് നല്ലത് എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ നാം കാണുന്നു. നമ്മുടെ ദിനംതോറുമുള്ള തിരക്കിനിടയിൽ ഇതെത്രമാത്രം പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് സ്വയം ശോധന ചെയ്യാം. 10 കമ്പിയുള്ള വാദ്യം എന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന 10 വിരലുകളാണ്. ഈ വിരലുകൾ ഉപയോഗിച്ചാണ് നമുക്ക് കൈകൊട്ടാൻ സാധിക്കുന്നത്. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും ആരാധനകളിലും ഇന്ന് കൈകൾ കൊട്ടി പാട്ട് പാടുന്നത് ആധുനിക ശൈലിക്ക് ചേരുന്നതല്ല എന്ന ധാരണയാണ്. നമ്മുടെ ആരാധനയിൽ ശബ്ദമുയർത്തി പാട്ട് പാടുകയും കൈകൾ കൊട്ടി ദൈവത്തെ സ്തുതിക്കുകയും വേണം. ഇന്ന് ആധുനിക സംഗീത ഉപകരണങ്ങളും കാതുകൾ തകർക്കുന്ന സ്പീക്കറുകളുമാണ് ആരാധന എഫക്റ്റീവ് ആണോ എന്ന് നിശ്ചയിക്കുന്നത്. താളമേളങ്ങൾക്കിടയിൽ ഒന്ന് കരണ്ട് പോയാൽ അവിടെ തീരും ആരാധനയുടെ തീവ്രത. കർത്താവ് താളമേളങ്ങളോ ശബ്ദഗാംഭീര്യമോ ഒന്നുമല്ല നമ്മുടെ ആരാധനയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ പാട്ട് പാടാൻ വലിയ കഴിവില്ലായിരിക്കാം, താളബോധമില്ലായിരിക്കാം, പക്ഷേ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയും വിശുദ്ധിയും കാണുന്ന ദൈവം ആ ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയിൽ പ്രസാദിക്കും എന്നതിന് സംശയമില്ല. ആ ഹൃദയങ്ങളിൽ കർത്താവ് വന്ന് വസിക്കും. നമ്മുടെ ആരാധനയ്ക്ക് ശേഷം ഭവനത്തിലേക്ക് പോകുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവുമായിട്ടാണോ നാം പോകുന്നത്? ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും ആരാധനകളിലും കൈകൾ കൊട്ടി ശബ്ദമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, ഈ പുതിയ പ്രഭാതത്തിൽ വചനത്തിൻ്റെ പൊരുളുകൾ ഞങ്ങൾക്ക് ഉപദേശിച്ച് നൽകുന്നതിനായി സ്തോത്രം. കർത്താവ് നൽകിയിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും ദൈവനാമ മഹത്വത്തിനായി വിനിയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ആരാധനകളിൽ അങ്ങേക്ക് പ്രസാദമുള്ള അനുഭവങ്ങളായി തീരുവാൻ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.